ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷ ചേച്ചീനെ കൊണ്ടുപോകണം, അതായത് രേവതിനെ ഡബ്ബിങ്ങിൻ്റെ സ്ഥല റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം അന്ന് അവിടെ ഒരു സൗണ്ട് ഡബ്ബിങ് കൊടുക്കുന്ന ഒരു സ്ത്രീ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എഴുതി വെച്ച ഡയലോഗൊക്കെ നമ്മുടെ രേവതിനെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. രേവതി ആദ്യം വീട്ടിൽ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിച്ച് നോക്കി, അങ്ങനെയൊന്നും പറ്റില്ല. സ്വന്തം അമ്മായിയമ്മ മരുമകളോട് വഴക്കുണ്ടാക്കുമ്പോൾ മരുമകൾ തിരിച്ചു പറയുന്നൊരു രീതി ഉണ്ടല്ലോ, ദേഷ്യപ്പെട്ടിട്ട്, അങ്ങനെ വേണം ഇവിടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എരുത്ത് തന്നെ വർഷ കസേരൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ രേവതി കത്തിക്കയറാണ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമായി അവർക്ക് എല്ലാവർക്കും. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്തിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ട് കൈയൊക്കെ കൊട്ടുന്നുണ്ട്. ചേട്ടത്തി നന്നായി സംസാരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ ഇനി കാണിക്കുന്നത്. പിന്നെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് വർഷ നല്ല പെൺകുട്ടി ഇട്ടാന്ന്, നല്ല സ്നേഹമുള്ള പെണ്ണെന്നൊക്കെ പറഞ്ഞപ്പോൾ വർഷയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രീകാന്തിനോട് എന്തായാലും വർഷയ്ക്ക് പ്രണയമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. പിന്നെ ദേവുവിനോട് റോട്ടിലൂടെ നടന്നുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ ചേച്ചി ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഡബ്ബിങ് ചെയ്തത്, ഏത് സിനിമയിൽ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ലടി, വരുമ്പോൾ പറയും. എന്തായാലും ഞാൻ നന്നായി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്, എന്നോട് ആ ജോലി ചെയ്യാനൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ സച്ചിയുടെ കാര്യമാണ് പറയുന്നത്. എന്താണ് വിശേഷം, സച്ചിയുടെ വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലടി, ആദ്യത്തെ പോലെ ഒന്നല്ല, നാട്ടിൽ പോയി വന്നതിന് ശേഷം ഭയങ്കര സ്നേഹമാണ്, പാവം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താപ്പാ സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയോ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹം അങ്ങനെയില്ല എന്ന് പറഞ്ഞേ, സ്നേഹമില്ലേ, സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിനെ കിളിയാക്കുന്നൊക്കെ ഉണ്ട് ദേവു, സത്യം പറ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പെട്ടെന്ന് ഗജാനന്ദൻ വട്ടം വന്ന് നിൽക്കുന്നുണ്ട് വണ്ടിയും. ആ രേവതി എന്താ വിശേഷം, നീ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നെന്ന് പറയുന്ന കേട്ടല്ലോ, എന്താ നിനക്ക് പൈസ വേണോ, പലിശയ്ക്ക് എടുക്കാൻ വന്നതാണോ, എന്താ നിന്റെ ഭർത്താവ് ഒരു ജോലിക്കും പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ അന്വേഷിച്ച് വന്നത് നിന്റെ കാശ് മേടിക്കാനല്ലടാ, നിന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനാണ്. നീ എന്താ വിചാരിച്ചത്, എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയില്ല എന്ന് വിചാരിച്ചോ? നീ എന്നുള്ള കാര്യം ഞാൻ നന്നായി അറിയാം. ഞാനതെൻ്റെ ഭർത്താവിനോട് പറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവ് നിന്നെ വെട്ടിക്കൊല്ലും, കൊന്ന് അദ്ദേഹം ജയിലിൽ പോകും, പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് അയാളെ വേണം എൻ്റെ കൂടെ, ആളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഉണ്ടാ നിന്റെ പേര് ഞാൻ പറയാണ്ടിരുന്നത്. വല്ലാണ്ട് വിളഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പേര് ഞാൻ പറയും. പിന്നെ നിന്റെ മുഖം ഉണ്ടല്ല ഈ റോട്ടിലിട്ട് ഉരയ്ക്കും. അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ രേവതി പറയുമ്പോൾ ഗജാനന്ദൻ ആകെ ഞെട്ടി നാണം കിടുന്നുണ്ട്. അതുപോലെ തന്നെ ദേവും പറയുന്നുണ്ട്, ഇനി ഞങ്ങളുടെ വഴിയിലൊന്നും വരരുത്, മര്യാദയ്ക്ക് ചേട്ടൻ്റെ തല്ല് മേടിക്കാണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെട്ടാലുണ്ടല്ലോ എന്നും പറഞ്ഞ് രേവതി കൈ ചൂണ്ടി സംസാരിച്ചൊക്കെ പോകുന്നുണ്ട്. ഗജാനന്ദൻ ആകെ നാണക്കേടാവുന്നുണ്ട്. കൂടെ വന്ന ആളെ കരണക്കുറ്റിക്ക് ഒന്ന് കൊടുത്ത് ആ ദേഷ്യം തീർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വന്നിട്ട് സംസാരിക്കിന് സ്വർണവും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ശ്രുതിക്ക് എടുത്തിട്ടുണ്ട്. കൂട്ടുകാരിയും ഉണ്ട്, ശ്രുതിയുടെ കൂട്ടുകാരിയും, അതുപോലെ തന്നെ അമ്മായിയമ്മയും മരുമോളും, അതുപോലെ ശ്രുതിയും എല്ലാവരും കൂടെ നിന്ന് വട്ടിട്ട് സംസാരിക്കുന്നു. രേവതി ആണെങ്കിൽ അടുക്കളയിൽ ഹാളിൽ ഇരുന്ന് പച്ചക്കറിയൊക്കെ എരിയുണ്ട്. രേവതിനെ മാത്രം വിളിക്കുന്നില്ല. നല്ല നല്ല സാരികൾ, നല്ല വില കൂടിയ സാരികളൊക്കെ ശ്രുതിനെ കൊണ്ട് അണിയിപ്പിച്ച് നടത്തിച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇടിയിക്കിന്. അപ്പം എന്തായാലും ചന്ദ്രയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, ഭാമ പറയുന്നുണ്ട്, നീ ഒന്ന് ശ്രുതിനെ രേവതിക്കും കൂടി ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവരും കൂടി കണ്ണ് തട്ടണ്ട, അവൾക്കൊന്നും ഇത് ഇടാനുള്ള യോഗമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. രേവതി ആകെ ദേഷ്യപ്പെടുന്നുണ്ട്, വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതി എന്ന് വിളിക്കുന്നുണ്ട് ചന്ദ്ര. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കോഫി കൊണ്ടായോ എന്ന് പറയുന്നു. അങ്ങനെ രേവതി അടുക്കളയിൽ പോയി ചായ ഒക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ട്. ചായ എടുത്തുകൊണ്ടതിന് ശേഷം രേവതിയോട് ശ്രുതി അഴിച്ചിട്ട സാരിയുടെ തലപ്പൊക്കെ പിടിച്ച് മടക്കി കൊടുക്കാനൊക്കെ സഹായിക്കാനൊക്കെ പറയുന്നുണ്ട്. ദേഷ്യപ്പെട്ടതിനാണ് പറയുന്നത്. എന്തായാലും രേവതി അതൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ഞാൻ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവൾ ചെയ്തോളും. അവൾക്ക് അവളെ ഭർത്താവിനും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനോ നേരമുള്ളൂ, അവളെ ഭർത്താവ് തല്ലുകൊള്ളിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിനെ അടിച്ച് താഴ്ത്തുന്നുണ്ട്.